ഹലോ എവ്രി വൺ. അപ്പം നമുക്കിന്ന് ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എടുക്കാം. അപ്പം ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ എന്തായാലും എനിക്കൊന്നും കാര്യമായിട്ട് ഫുഡ് ഉണ്ടാക്കേണ്ടി വരത്തില്ല. ആൻഡ് മൈ മോം പ്രിപ്പേഴ്സ് രാവിലെ തന്നെ ഐ തിങ്ക് ഇഡ്ഡലിയും സാമ്പാറോ എന്താണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം എന്താണെന്ന്. അങ്ങനെ ഇന്ന് നമ്മൾ 3 ടൈംസ് എന്ത് കഴിക്കുമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ശരി ഗൈസ്, ബൈ. അല്ല, നമുക്ക് കാണാം. വരും, ബൈ. അല്ല, ഇഡ്ഡലിയാണെന്ന്. അപ്പം ഞാൻ 3 ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. ആൻഡ് വി ഹാവ് ചട്നി. വൈറ്റ് ചട്നിയാണിത്. ഓക്കെ. ആൻഡ് നമുക്ക് ഒരു ചമ്മന്തി കൂടെയുണ്ട്. ദാറ്റ് ഈസ് ദിസ് വൺ. ഇതൊക്കെ കേൾക്കുന്നുണ്ടോ? ഞങ്ങൾക്കൊരു മൈക്ക് വാങ്ങിച്ചിരുന്നു. ചട്നി ചമ്മന്തി അറിയില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ലെറ്റ്സ് ഈറ്റ്. നല്ല പോലെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടായി. അതുകൊണ്ട് എനിക്കിപ്പോൾ വോയിസ് ഓവർ ചെയ്യേണ്ടി വന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് നല്ല സെറ്റായിട്ട് ഒന്ന് പുറത്തേക്ക് പോകാനുണ്ടായിരുന്നു. എൻ്റെ ആൻറ്റിയുടെ വീട്ടിലും പിന്നെ കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകണം. അങ്ങനെ അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു, മുറുക്കൊക്കെ കിട്ടി. മുറുക്ക് നല്ല പച്ച ഒരു മുറുക്കൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ ലഞ്ച് വീട്ടിൽ നിന്ന് തന്നെയാണ് കഴിച്ചത്. എനിക്ക് ഡിന്നർ ഇതിൽ കാര്യമായിട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി ലഞ്ചും കൂടിയേ കാര്യമായിട്ട് കാണത്തുള്ളൂ. ബിക്കോസ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ ഡിന്നർ എൻ്റെ മാമൻ്റെ വീട്ടിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് കുറച്ച് ക്യാമറ ഷൈ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ക്യാമറ ഷൈ ഉള്ളതുകൊണ്ട് എനിക്ക് ഡിന്നർ അങ്ങനെ കവർ ചെയ്യാൻ അവിടെ നിന്ന് അങ്ങനെ തോന്നിയില്ല. അന്ന് എന്തായിരുന്നു, ഗീ റൈസും ചിക്കൻ കറിയായിരുന്നു ഡിന്നർ. പക്ഷേ നല്ല അടിപൊളിയായിരുന്നു. ചെറിയ വിഷമമുണ്ട് കവർ. അതുകൊണ്ട് ജസ്റ്റ് ഇത് ഞാൻ എടുത്ത് വെച്ചുകൊണ്ട് പിന്നെ അങ്ങ് പോസ്റ്റ് ചെയ്യാമെന്ന് വെച്ചതാണ്. കംപ്ലീറ്റഡ് ഒരു വീഡിയോ അല്ല ഇത്. അങ്ങനെ ഞാൻ വീട്ടിലെത്തി തിരിച്ച്. ഇപ്പം വീട്ടിലിന്ന് ചോറും മീൻ കറി, പിന്നെ ആവോലി വറുത്തത്, പിന്നെ എന്താ പറയുക, നമ്മുടെ കോട്ടപ്പരുന്ന് ഞങ്ങളെ നാട്ടിൽ പറയാം, ഐ തിങ്ക് അച്ചിങ്ങ ഉള്ള സാധനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ സംസാരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ കാര്യമായിട്ട്. അതായിരുന്നു എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. ഞാൻ പറഞ്ഞില്ലേ, കംപ്ലീറ്റായിട്ട് എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെയായിരുന്നു. ഒരു ചെറിയ സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്നിട്ട് എൻ്റെ പ്ലേറ്റിൽ നിന്ന് എൻ്റെ മീൻ വറുത്തതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടായി. അങ്ങനെ ഞാനും തിരിച്ചെടുത്ത്. അങ്ങനെ ഒരു ചെറിയ ചെറിയ സംഭാഷണത്തിലായിരുന്നു ഞാൻ. അപ്പം ഇത്രയൊക്കെയുള്ളൂ എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. ഇനി അടുത്തൊരു നല്ലൊരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആയിട്ട് നമുക്ക് കാണാം. ഞാൻ നല്ല രീതിയിൽ തന്നെ അത് ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും. ഇതെനിക്ക് ഇത്രയായാലൊരു ചെറിയ ഇതുണ്ട്. അത്രയും പെർഫെക്റ്റ് അല്ല, ബട്ട് സ്റ്റിൽ ഞാൻ അത് ക്യാപ്ചർ ചെയ്തൊരു നല്ലൊരു മൊമെൻറ്റ്സ് ആയിട്ട് വെച്ചുകൊണ്ട് ഐ ഫെൽറ്റ് ഓക്കെ ദിസ് നീഡ്സ് ടു ബി പോസ്റ്റഡ് എന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. അപ്പം നമുക്ക് അത് പറഞ്ഞപ്പോഴാട്ടോ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. പഴംപൊരിയും പരിപ്പൊടിയും ചായയുടെ സ്നാക്സായിട്ട് അതും കഴിച്ച് അങ്ങനെ പിന്നെയാണ് ഞാൻ മാമൻ്റെ വീട്ടിൽ പോയിട്ട് ഗീ റൈസും ചിക്കൻ കറിയും കഴിക്കുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ ബൈ.